പ്രിയമുള്ളവരെ, ഈ പോലീസ് ഈ അതിക്രമത്തിന് കൂട്ടുനിൽക്കുകയാണ്. എല്ലാ അതിക്രമങ്ങൾക്കും കൂട്ടുനിന്നുകൊണ്ട് പോലീസ് നടത്തുന്ന ഈ സംവിധാനത്തിനെതിരായി നമ്മൾ നടത്തുന്ന ഈ മാർച്ച് തീർച്ചയായും ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന മാർച്ചാണ് എന്ന് മാത്രം വിനയപൂർവ്വം പോലീസുകാരെ സമരത്തെ പോലെ അലങ്കോലമാക്കുന്ന ഈ നാട്ടിലെ അന്യായമായ ഈ സമീപനത്തിനെതിരെ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ മാർച്ച് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി രാജാവായി പ്രഖ്യാപിച്ച് അദ്ദേഹം രാജാവായി അഭിഷേകം ചെയ്ത് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എക്സ്ട്രീമിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അക്രമ ഭരണത്തിനെതിരായിട്ടുള്ള ജനരോഷം പ്രതിഫലിക്കുന്നതിനു വേണ്ടി മാത്രമാണ് KPC പ്രസിഡന്റ് നേതൃത്വത്തിൽ, പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ, മുൻ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ, KPCC മുൻ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ, ഇവിടെ MP-മാരുടെ, നമ്മുടെ ബഹുമാനരായ 2 MP-മാരുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ നേതാക്കന്മാർ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ നവകേരള യാത്ര ആരംഭിച്ചത് മുതൽ, ഇത് കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു തീവ്രവാദിയെ പോലെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ നേതാവിനെ പോലെ വാടക ഗുണ്ടകളെ അണിനിരത്തി പോലീസിനെ മാറ്റി നിർത്തി കേരളത്തിൽ പ്രതിഷേധിക്കുന്ന നമ്മുടെ യുവാക്കളെ അടിച്ചു കൊല്ലുകയായിരുന്നു. എത്ര പേർ ആശുപത്രിയിൽ. ക്ഷമയുടെ നെല്ലിപ്പലക നമ്മൾ കണ്ടു. നമ്മൾ തിരിച്ചു പ്രതിഷേധിക്കാൻ പോയില്ല. നമ്മുടെ ഏതോ ഒരു കുട്ടി ഒരു ചെറിയൊരു കഷ്ണമെടുത്തെറിഞ്ഞപ്പോൾ അത് ഒരിക്കലും അവിടെ നിന്ന് തിരിച്ചപ്പോൾ നിങ്ങൾക്കറിയാം, 100% കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ചുണക്കുട്ടികളായ നമ്മുടെ കുട്ടികൾ ആത്മസംയമനം പാലിച്ചു. നിങ്ങൾക്കറിയാമോ, തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഈ രാജാവ് സഞ്ചരിച്ചതിന്റെ പേരിൽ കാലും കൈയും ചെവിയും കണ്ണും നഷ്ടപ്പെട്ട് 111 പേർ ആശുപത്രിയിലാണ്. ആയിരക്കണക്കിന് ആളുകൾ കള്ളക്കേസിൽ പ്രതിയാണ്. ഒരു രാജാവിന്റെ എഴുന്നള്ളത്ത്. കോൺഗ്രസ് എന്ത് ചെയ്യണം? ഞങ്ങൾ ഇത്ര ജയിലിൽ പോയി, സ്ത്രീകളുടെ ജയിലിലും നമ്മുടെ സെൻട്രൽ ജയിലിലും പോയി. നമ്മുടെ 100 കണക്കിന് കുട്ടികൾ ജയിലിലാണ്. ഒരു രാജാവിന്റെ എഴുന്നള്ളത്ത്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ബോംബെറിഞ്ഞില്ല, നമ്മൾ മറ്റൊന്നും ചെയ്തില്ല. നമ്മൾ പോലീസിനോട് പറഞ്ഞു, ഈ രാജ്യത്തിന്റെ ക്രമസമാധാനം സംരക്ഷിക്കേണ്ടത് ഭരണഘടനാപരമായി നിങ്ങളുടെ ജോലിയാണ്. അതിനാണ് പോലീസ്. എന്റെയും നിങ്ങളുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടത് കേരള പോലീസാണ് ഭരണഘടനാപരമായി. ആ പോലീസ് വാടക ഗുണ്ടകൾക്ക് അവരുടെ കുഴലൂത്തുകാരായി കേരളത്തിലുടനീളം മാറി. ഈ DGP ഉത്തരം പറയണ്ടേ? ഇദ്ദേഹം പോലീസ് തലവനായി ഇവിടെ ഇരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ടോ? മാധ്യമങ്ങൾ മുഴുവൻ, ഈ നാട് മുഴുവൻ, ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഈ അക്രമത്തിനെതിരായി ജനരോഷം ആളിക്കത്തുമ്പോഴും എന്താ ഇന്നലെ കാട്ടാക്കട ഉണ്ടായത്? കരിങ്കൊടി കാണിച്ചപ്പോൾ കൂടെ വന്ന വണ്ടി കാലിക്കയറ്റി. അങ്ങോട്ട് ഇറങ്ങുന്നോട് അവിടെ കാട്ടാക്കട വെച്ച്, പ്ലീസ്, കാട്ടാക്കട വെച്ച് കാലിൽ കയറി ആ കുട്ടി റോഡിൽ കിടക്കുകയാണ്. KPC പ്രസിഡന്റ് ഇന്നലെ രാത്രി വിളിച്ചിരുന്നു ഈ വാർത്ത കണ്ടുകൊണ്ട്, ചാനലിൽ ഈ വാർത്ത കണ്ടുകൊണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ കൂടെ പോയ പോലീസ് വാഹനം കയറി നമ്മുടെ ഒരു കുട്ടിയുടെ പാദം മുറിഞ്ഞുപോയ സ്ഥലത്ത്, കിടന്ന സ്ഥലത്ത്
ഈ മാർക്സിസ്റ്റ് ഗുണ്ടകൾ അവരെ അവിടെ ഇട്ട് വീണ്ടും ആക്രമിക്കുകയായിരുന്നു. 2 സർജറി കഴിഞ്ഞ് അവൻ തിരുവനന്തപുരം ഹോസ്പിറ്റലിലാണ്. മനുഷ്യത്വമില്ലാത്ത, മനുഷ്യത്വം മരവിപ്പിച്ച ഇത്രയും ഭീകരമായ ഒരു ഭരണത്തിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നാളുകളിൽ ചെയ്യാൻ പോകുന്ന എല്ലാ നയപരമായ കാര്യങ്ങളും അതിനുവേണ്ടി മാത്രമാണ് ഇന്നിവിടെ നമ്മൾ ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. KPCCയുടെ നിർദ്ദേശമനുസരിച്ച് നമ്മുടെ കുട്ടികളെ തല്ലുമ്പോൾ ഒരു ദിവസം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നമ്മുടെ സീനിയർ നേതാക്കളും ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തണമെന്ന് പെട്ടെന്ന് കൂടി തീരുമാനിച്ചു. വളരെ സമാധാനപരമായി ഈ മാർച്ചിന് ഞങ്ങൾ നേതൃത്വം നൽകുന്നത് ഈ പാർട്ടി ഈ സമരം എങ്ങനെ ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഈ DGPയെ സാക്ഷ്യം നിർത്തി, ഈ ഭരണഘടനാ സ്ഥാപനത്തെ സാക്ഷ്യം നിർത്തി അതിനുവേണ്ടിയാണ്. ഞാൻ ഒന്നും ദീർഘമായി നിർത്തുന്നു. ഇതിൽ ആരാധ്യനായ KPCC പ്രസിഡന്റ് ഈ സമ്മേളനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്കറിയാം, ഡൽഹിയിൽ പാർലമെന്റിന് അകത്തു നിന്നും പാർലമെന്റിന് പുറത്തു നിന്നും ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങൾ 5 മിനിറ്റ് ഇടപെട്ട് DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഓരോ സംഭവങ്ങളും ചോദിച്ചറിഞ്ഞ് അദ്ദേഹം അത് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രവർത്തകനുണ്ടാകുന്ന ഇത്രയും ദുരിതപൂർണമായ അവസ്ഥ അത് ഏറ്റെടുത്തുകൊണ്ട് ഈ മാർച്ച് സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ ആദരണീയനായ KPC പ്രസിഡന്റിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് എന്ത് പറയണമെന്നറിയില്ല. ഈ കഴിഞ്ഞ 2-3 ദിവസം കേരളത്തിലെ പ്രവർത്തകന്മാരുടെ മനസാക്ഷിയും ആവേശവും ഉണർത്തിയ ഒരു നേതാവായി ശ്രീ VD സതീശൻ മാറി. അറിയാം, അവസാനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് 100 കണക്കിന് പോലീസുകാർ ഇടിച്ചു കയറാൻ ശ്രമിച്ചപ്പോൾ എന്റെ ശവശരീരത്തിൽ ചവിട്ടി മാത്രമേ ഈ ഓഫീസിനകത്ത് കയറൂ എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാരോടൊപ്പം നിലയുറപ്പിച്ച നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഈ മിനിഞ്ഞാന്നുമായി ആശുപത്രികളിലും ഈ അക്രമം നടന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തെ വളരെ വിനീതനായി ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ രമേശ് ചെന്നിത്തല എത്രയോ സമരങ്ങൾ നയിച്ച നേതാവ്, എത്രയോ പോരാട്ടങ്ങൾ നടത്തിയ നേതാവ്, ഈ സമരങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് ആവർത്തിച്ച് ഈ ജനാധിപത്യ വിരുദ്ധ ഗവൺമെന്റിനെതിരായി അതിശക്തമായി ഇന്ന് കേരളത്തിൽ പോരാടുന്ന മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയെ ഞാൻ വളരെ വിനയപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ KPCC പ്രസിഡന്റുമാർ ശ്രീ MM ഹസൻ UDF കൺവീനർ കൂടിയാണ്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ സമരമുഖങ്ങളിലും നമ്മളോടൊപ്പം ഓടിയെത്തുന്ന ശ്രീ K മുരളീധരൻ MPയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 2 MPമാരും ശ്രീ ശശി തരൂർ MP കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം, ശ്രീ അടൂർ പ്രകാശ് MP, 2 പേരും നമ്മുടെ ഈ വേദിയിലുണ്ട്. 2 പേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന, എല്ലാ പ്രശ്നങ്ങളിലും നമ്മളോടൊപ്പം ഇടപെടുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MPയെ ഞാൻ ഈ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ കോൺഗ്രസിന് മഹിളാ കോൺഗ്രസിലൂടെ ശക്തി പകരുന്ന പ്രിയപ്പെട്ട സഹോദരി ജെബി മേത്തറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ എല്ലാ ഭാരവാഹികൾ, അച്ചടക്ക സമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ കാര്യ സമിതി അംഗങ്ങൾ, KPCയുടെ ഭാരവാഹികൾ, ബഹുമാന്യരായ DCC പ്രസിഡന്റുമാർ, KPCC നിർവാഹക സമിതി അംഗങ്ങൾ എല്ലാവരും ഇന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുന്നു. നമ്മുടെ MLAമാർ, മിക്ക MLAമാരും നമ്മുടെ ഇന്നത്തെ ഈ KICC സെക്രട്ടറിമാരായ MLAമാർ പോലും ജോജി ഉൾപ്പെടെയുള്ള എല്ലാവരും ഇന്ന് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് കോൺഗ്രസിന്റെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ആദരണീയനായ KPCC പ്രസിഡന്റിനെ ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. DGP ഓഫീസ് മാർച്ച് കേരളത്തിലെ ജനവികാരത്തിന്റെ പ്രതീകമാണ്. രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ, അക്രമങ്ങൾ നാട് നീളെ തെണ്ടി നടന്ന് വഴിയോരത്ത് കാണുന്ന യൂത്ത് കോൺഗ്രസിന്റെയും മറ്റ് രാഷ്ട്രീയ സംഘടനയിലെയും പ്രവർത്തകന്മാരെ വെട്ടിയും നുറുക്കിയും അടിച്ചും ഇടിച്ചും ഓടിച്ചും ഒരു കലാപ നാടായി ഈ നാടിനെ മാറ്റുന്നത് ഈ രാജ്യം ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടു കാണും. ആ ചക്രവർത്തിയുടെ ഒരു അവസാന കാലം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതി ചേർത്ത ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചത്,
വെട്ടിപ്പിടിച്ച് ഇന്ത്യ മുഴുവൻ വെട്ടിപ്പിടിച്ച് വിദേശ രാഷ്ട്രങ്ങൾ വെട്ടിപ്പിടിക്കുന്ന ഇതിനിടയിൽ അദ്ദേഹം അവശനായി, അദ്ദേഹം വീണു. ഒരു യുദ്ധത്തിന് എനിക്ക് സാധിക്കില്ല എന്നൊരു ബോധ്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായി. അദ്ദേഹത്തിന്റെ അമ്മ ഇന്ത്യയിലായിരുന്നു. അമ്മയോട് വരാൻ ആവശ്യപ്പെട്ടു, അമ്മ എത്തിയില്ല. അമ്മ എത്താതെ ഞാൻ മരിക്കും എന്ന നിലയിലേക്ക് കടന്നുപോയപ്പോ അദ്ദേഹം സ്വയം ചോദിച്ചു, ഞാൻ എന്തിനാണ് ഇതൊക്കെ വെട്ടിപ്പിടിച്ചത് എന്ന് എനിക്കറിയില്ല. എത്രയോ ആയിരങ്ങളെ വെട്ടിനുറുക്കിക്കൊന്നും, എത്രയോ ആയിരങ്ങളെ തെരുവിലാക്കിയും, എത്രയോ ആയിരങ്ങളെ അനാഥരാക്കിയുമാണ് ഈ സാമ്രാജ്യങ്ങളൊക്കെ ഞാൻ വെട്ടിപ്പിടിച്ചത്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? എനിക്കിത് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. എനിക്ക് മറ്റൊരു ലോകത്തിലേക്ക് എത്തിയാൽ എനിക്ക് പാപമോക്ഷം കിട്ടുമോ എനിക്കത് അറിയില്ല. എൻ്റെ മനസ്സാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നു എന്ന് വിലപിച്ച അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് ഈ ലോകത്തിൽ നടത്തിയ എല്ലാ ആക്രമത്തിനും മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പാണ്. ദ്രോഹിച്ചവരോട് മാപ്പ് പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിന് മോചനം, അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, അദ്ദേഹം കൊന്നൊടുക്കിയ കുടുംബത്തിന്റെ ആശ്രിതരോട് അഭ്യർത്ഥിച്ച അലക്സാണ്ടർ ചക്രവർത്തിയുടെ നോട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. സാക്ഷാൽ പിണറായി വിജയൻ, താങ്കളും ഇതുപോലെ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ പരിതപിക്കുന്ന ഒരു സമയം ഇത് അധിക ദൂരത്തല്ല എന്ന് ശ്രീ പിണറായി വിജയൻ കണ്ടറിയണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു. നിങ്ങളും ആ വഴിക്കാണ് പോകുന്നത്. നിങ്ങൾ പരിതപിക്കും, നിങ്ങൾ സഹതപിക്കും, നിങ്ങൾ ആത്മവിമർശനം നടത്തും, നിങ്ങൾ ദുഃഖിക്കും. ഇന്ന് കേരളത്തിലെ ജനമനസ്സുകളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും ഗുണ്ടകളും ക്രിമിനലുകളും ബോഡി ഗാർഡുകളും പോലീസുകളും പി ശശി എന്ന് പറയുന്ന ഗുണ്ടാ നേതാവ്, എന്റെ കണ്ണൂരിലെ ഗുണ്ടാ നേതാവ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ നടക്കുന്ന പോലീസ് പ്രവർത്തനങ്ങളിലും നിങ്ങൾ ദുഃഖിക്കും, നിങ്ങൾ വ്യസനിക്കും, നിങ്ങൾ പരിതപിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ എന്റെ ഈ പ്രസംഗത്തിലെ ആദ്യ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയാണ്. എന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? ഇറങ്ങിപ്പോകാൻ വഴിയില്ല, ഇറങ്ങി നടക്കാൻ വഴിയില്ല. ഇദ്ദേഹത്തിന്റെ ഒരു യാത്ര, ഒടുക്കത്തെ യാത്ര, ആ യാത്ര കടന്നു പോകുന്നിടത്തൊക്കെ കടന്നു പോകുന്ന മുഴുവൻ ആളുകളെയും അടിച്ചും വെട്ടിയും നുറുക്കിയും വണ്ടി കയറ്റി കാല് ചതച്ചരച്ചും ഇടതുപക്ഷത്തിന്റെ ഗുണ്ടാ സംഘം മുന്നോട്ട് പോവുകയാണ്. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? എത്ര കുട്ടികൾ ആശുപത്രിയിൽ? എത്ര കുട്ടികളെ അറസ്റ്റ് ചെയ്തു? ആരെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? പോലീസിന്റെ മുൻപിലിട്ട് അടിച്ച, കൈയും കാലും പൊട്ടിച്ചവരെ പോലീസ് അവരുടെ പേരിൽ കേസെടുത്തവരെ അറസ്റ്റ് ചെയ്യുന്നു, അവരുടെ വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു. അടികൊണ്ടതും പോരാ, ഈ ഗുണ്ടായുസത്തിന് ഇരയായതും പോരാ, അതിനപ്പുറത്ത് ക്രിമിനൽ കേസിൽ പോലും നമ്മുടെ കുട്ടികൾ പോലീസുകാരന്റെ കസ്റ്റഡിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോ ഇതെന്ത് ജനാധിപത്യം, എന്ത് ഭരണം? ഞാൻ ചോദിക്കുന്നു, കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാർ വേറെയും ഭരിച്ചിട്ടില്ലേ ഈ സംസ്ഥാനത്ത്? ഇതുപോലൊരു മുഖ്യമന്ത്രിയായി ഇടതുപക്ഷക്കാരന്റെ മനസാക്ഷിയോട് ചോദിക്കുന്നു, ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ ജനങ്ങളെ ദ്രോഹിച്ചൊരു മുഖ്യമന്ത്രി. എന്നിട്ട് ഈ നാടിന് എന്ത് കിട്ടി? ഈ നാട് സമ്പന്നമായോ? ഈ നാട് പുരോഗതിയിലേക്ക് പോയോ? ഇദ്ദേഹം ഉണ്ടാക്കിയ വികസനം എന്താ? 8-9 കൊല്ലമായി അദ്ദേഹം ഭരിക്കുന്നു. എന്ത് വികസനം? ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കണോ? ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ ഈ നാടിനുണ്ടായ വികസനം 1 അല്ല 2 അല്ല 3 അല്ല, എണ്ണി പറയാൻ നേട്ടങ്ങളില്ലേ? കേരളത്തിൽ ആദ്യമായ 6 മെഡിക്കൽ കോളേജുകൾ, എറണാകുളത്ത് മെട്രോ ട്രെയിൻ, ആ മെട്രോ ട്രെയിൻ തുടങ്ങിയത് ഉമ്മൻചാണ്ടി. വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയത് ഉമ്മൻചാണ്ടി.
കണ്ണൂർ വിമാനത്താവളം ഉമ്മൻചാണ്ടി, എറണാകുളത്ത് തന്നെ സ്മാർട്ട് സിറ്റി, എറണാകുളത്തെ സ്മാർട്ട് സിറ്റി, ഇതൊക്കെ ഈ നാടിന്റെ വികസനത്തിന് ചിറക് വെച്ച ഓരോ അധ്യായങ്ങളാണ് ചരിത്രത്തിൽ. അതൊക്കെ നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടി ഈ നാണം കെട്ട പ്രവർത്തനം നടത്തിയിട്ടില്ല ഇവിടെ. ആ ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പോ തങ്ങളെ കൊണ്ടുപോകുന്നത് നടന്നു പോകുന്ന തയഞ്ഞ ചെരുപ്പിന്റെ അടിയിലാണ് എന്ന് പിണറായി വിജയൻ ഓർക്കണം. നിങ്ങളുടെ സ്ഥാനം അവിടെയാണ്. നിങ്ങളോട് ബഹുമാനമില്ല. നിങ്ങൾ ഈ നാടിന് വേണ്ടി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തില്ല. രാജ്യത്തെ ജനങ്ങൾ, രാജ്യത്തെ കടബാധ്യത, പിടിച്ചാൽ കിട്ടാത്ത കടബാധ്യത, സംസ്ഥാനം വിറ്റാൽ പോലും കടം വീട്ടാൻ സാധിക്കാത്ത കടബാധ്യത. ഒരു കുട്ടി ജനിക്കുന്നത് 1,05,000 രൂപ കടത്തിലാണ്. നാടെവിടെ? ഈ നാട്ടിലെ പുരോഗതി എവിടെ? ഇതൊന്നും പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രി ഈ നാടിന്റെ ജനാധിപത്യ അവകാശങ്ങളെ ചവിട്ടി വെതിച്ചുകൊണ്ട് പ്രതിപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ജനസമ്പർക്കം, എന്ത് ജനസമ്പർക്കം? സംഘർഷഭരിതമാണ് ഈ സംഘർഷം. ഇദ്ദേഹത്തിന്റെ ഈ ജനസമ്പർക്കം സംഘർഷഭരിതമാണ്. എന്തുണ്ടായി ഇവിടെ? എന്തു നേട്ടം? ഏതെങ്കിലും ജനങ്ങളെ കണ്ടോ? പാവപ്പെട്ടവരെ കണ്ടോ? അവരുടെ പരാതികൾ കേട്ടോ? ഇവിടെ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കിയോ? ഒരാളെ പോലും നേരിൽ കണ്ടില്ല. സാമ്പത്തിക ശേഷിയുള്ള കുറെ ആളുകളെ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് വിളിച്ച് അവരോട് സംസാരിച്ച് പിരിയുന്ന പിണറായി വിജയൻ ജനങ്ങളുമായി ബന്ധമില്ല. ഞങ്ങളുടെ വികാരത്തെ മാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹം ഈ നാടിന്റെ ആത്മാവിനെ കുത്തി നോവിക്കുന്നു. പ്രതികാരം ചെയ്യാതെ ഈ കൊച്ചു കേരളം അടങ്ങില്ല. പ്രതികരിക്കും. ഈ രാജ്യത്ത് ജനമനസ്സിലൂടെ ഞങ്ങൾ സന്നിവേശിപ്പിച്ച് നിങ്ങൾക്കെതിരെ ജനവികാരത്തെ ഞങ്ങൾ ഉണർത്തും. ആ ഉണർത്തുന്ന പ്രവർത്തനത്തിന്റെ തുടക്കമാണ് ഈ മാർച്ച് എന്ന് മാത്രം ഞാനിവിടെ അനുസ്മരിച്ചുകൊണ്ട് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഔപചാരികമായി ഈ DGP മാർച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഏറ്റവും പ്രിയങ്കരനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ K. സുധാകരൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ സമരം കേരളത്തിൽ കലാപം നടത്താൻ ആഹ്വാനം ചെയ്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായ സമരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കല്യാശ്ശേരിയിൽ ഇരുമ്പുവടി കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിച്ചതച്ച് വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് FIR എഴുതിയ കേസിൽ, വധശ്രമത്തിന് കേസെടുത്ത വിഷയത്തിൽ അത് മാതൃകാ പ്രവർത്തനമാണ്, രക്ഷാപ്രവർത്തനമാണ്, അത് നിങ്ങൾ ഇനിയും തുടരണം എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ കലാപത്തിന് ആഹ്വാനം ചെയ്ത കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ സമരമാണ്. ഈ നവകേരള സദസ്സ് എന്നുള്ള അശ്ലീല നാടകത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഒരാൾക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല, പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള നിലപാട്. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇയാൾ ആരാണ്? മഹാരാജാവാണോ? മഹാരാജാവ് നാട്ടിൽ എഴുന്നള്ളുമ്പോൾ അനാവശ്യമായി ഈ നാട്ടിൽ ആരും പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ചവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജയിലിലിട്ടവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആശുപത്രിയിലാക്കിയവരെ, അവർക്കെല്ലാം എതിരായ അതിശക്തമായ പ്രതിഷേധമാണ് ഈ DGP ഓഫീസ് മാർച്ചിലൂടെ ഞങ്ങൾ നടത്തുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നവകേരള സദസ്സ് എന്നുള്ള അശ്ലീല നാടകത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഒരാൾക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല, പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള നിലപാട്. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇയാൾ ആരാണ്? മഹാരാജാവാണോ? മഹാരാജാവ് നാട്ടിൽ എഴുന്നള്ളുമ്പോൾ അനാവശ്യമായി
ഈ നാട്ടിൽ ആരും പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ചവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജയിലിലിട്ടവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആശുപത്രിയിലാക്കിയവരെ, അവർക്കെല്ലാം എതിരായ അതിശക്തമായ പ്രതിഷേധമാണ് ഈ DGP ഓഫീസ് മാർച്ചിലൂടെ ഞങ്ങൾ നടത്തുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പോലീസ് ഈ അതിക്രമത്തിന് കൂട്ടുനിൽക്കുകയാണ്. എല്ലാ അതിക്രമങ്ങൾക്കും കൂട്ടുനിന്നുകൊണ്ട് പോലീസ് നടത്തുന്ന ഈ സംവിധാനത്തിനെതിരായി നമ്മൾ നടത്തുന്ന ഈ മാർച്ച് തീർച്ചയായും ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന മാർച്ചാണ് എന്ന് മാത്രം വിനയപൂർവ്വം പ്രതിഷേധ സമരത്തെ പോലും അലങ്കോലമാക്കുന്ന ഈ നാട്ടിലെ അന്യായമായ ഈ സമീപനത്തിനെതിരെ കേരളം തിരിഞ്ഞുകൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ പ്രകടനം മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാവരും സമാധാനമായ വണ്ടിയുണ്ടോ? വണ്ടിയുണ്ടോ? വണ്ടി കേട്ടേ വണ്ടിയാണ് എടുക്കാൻ പറ്റില്ല. സിന്ദാബാദ്. പോലീസിനെ നിയന്ത്രിക്കുന്ന ചിലർ അവർക്ക് കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു കാരണവശാലും കേരള പോലീസ് ഇതുപോലെ ബിഹേവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്ന് പോലീസിനെ നിയന്ത്രിക്കുന്നത് DGP അല്ല.
ഈ സർക്കാരിനും പിണറായി വിജയനും കൂട്ടുപിടിക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ലോബിയുടെ ഗൂഢാലോചന ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിയാണ്. ഇത് കേരള സമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുകയും ഇതിനെതിരെ അതിശക്തമായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവും ഇതിനെ അപലപിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. കാരണം കേരളത്തിന്റെ കോൺഗ്രസിന്റെ ഏറ്റവും പരമോന്നതനായ നേതാവാണ് കെ സുധാകരൻ. അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ സർക്കാരിനും അറിയാം. അദ്ദേഹം വേദി വിടുന്നതിന് മുമ്പ് ഒരു കെമിക്കൽ വെപ്പന്റെ എഫക്റ്റുള്ള ടിയർ ഗ്യാസ് ഇവിടെ പ്രയോഗിച്ചത് 100% അതൊരു ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ഏതെങ്കിലും ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്റെ വിവരക്കേട് കൊണ്ടോ ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ടോ നടക്കില്ല. കണ്ണൂരിൽ നിന്നും ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന DGPക്ക് നിയന്ത്രണമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ പിണറായിയുടെ കുടുംബത്തിന്റെയും കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് എല്ലാ ഒത്താശയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടന്നതാണ്. ഇത് ഞങ്ങൾ ശക്തമായി പ്രതികരിക്കാൻ ചെയ്യും.